സർ, സുപ്രീം കോടതി പറഞ്ഞിരുന്നു ബീഹാർ വോട്ടേഴ്സ് ലിസ്റ്റ് എങ്ങനെ വേണമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കാമെന്ന്. അതനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് പോവുകയും ചെയ്തു. പക്ഷേ ഞെട്ടിക്കുന്ന വിവരമാണ് പിന്നീട് പുറത്തു വന്നത്. ഏകദേശം നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയൊരു സംഖ്യ, അത്രയേറെ ആളുകളെ വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരികെ കയറ്റിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ ആ അപകടം മനസ്സിലാക്കുന്നതും. എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലും ഇത്രയേറെ വോട്ടേഴ്സ് ലിസ്റ്റ് പുനഃപരിശോധിക്കുന്നതിനെ എതിർത്തത്? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് സുപ്രീം കോടതി വിട്ട വിധിക്കെതിരെ എന്തിനാണ് ഇവരിങ്ങനെ അങ്കലാപ്പിലായതെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അത്രയേറെ ആൾക്കാരെ അനധികൃതമായി വോട്ടേഴ്സ് ലിസ്റ്റിൽ തിരുകി കയറ്റിയിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. യഥാർത്ഥത്തിൽ ബീഹാറിൽ മാത്രമല്ല, രാജ്യത്തെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിൽ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്നുകൂടെ പുനഃപരിശോധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് എന്നല്ലേ ഈ ഒരു വിഷയം തെളിയിക്കുന്നത്? നമുക്ക് എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? തീർച്ചയായും. കാരണം കോൺഗ്രസ് പണ്ട് തുടങ്ങി, അതായത് 1969 തുടങ്ങി, അവർക്ക് ഇമേജ് നഷ്ടപ്പെടുന്നു, ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ എല്ലാം അവർ ചെയ്തത് പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും തോന്നിയ സ്ഥലത്തു നിന്നൊക്കെ ജിഹാദികളെ ഇവിടെ കൊണ്ടുവരിക, വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റുക, എന്നിട്ട് ജയിക്കുക എന്നുള്ള തന്ത്രമാണ്. അത് ഒരു വ്യാപകമായിട്ട് 1977 ശേഷം, അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൃത്യമായിട്ട് അത് യൂസ് ചെയ്തു. 1980 തുടങ്ങി. അതായത് ബംഗ്ലാദേശിൽ നിന്നും ഇഷ്ടം പോലെ ആൾക്കാരെ ഇവിടെ കൊണ്ടുവരുന്നു, ബംഗാളിൽ കൊണ്ടുവരുന്നു, അവർക്ക് റേഷൻ കാർഡും മറ്റു സാധനങ്ങളും കൊടുത്ത് വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റുന്നു, അവരെ വോട്ട് ചെയ്യിപ്പിക്കുന്നു എന്നുള്ള ഒരു തന്ത്രമാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് ബീഹാറിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റും ആസാമിൽ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെന്റും എല്ലാം ഇതേ അടവ് ബർമയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഒക്കെയുള്ള ഇത് ചെയ്തിരുന്നു. അതിനു പുറമെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് 2004 തുടങ്ങി ഈ നേപ്പാളിൽ നിന്നും, നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നക്സൽസ്, അതായത് തീട്ടക്കമ്മികൾ എന്ന് പറയുന്ന, നേപ്പാളിൽ നിന്നോ എരപ്പാളിൽ നിന്നോ പറയാം, അവര് ഇവിടെ കൊണ്ടുവന്ന് വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് ഇന്നിപ്പോ ബീഹാറിലെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് 75 ലക്ഷത്തോളം ഫേക്ക് വോട്ടർമാർ, ഇന്ത്യക്കാരല്ലാത്തവർ, ഫോറിനേഴ്സ് ബീഹാറിന്റെ വോട്ടർ പട്ടികയിൽ ഉണ്ടെന്നാണ്. 75 ലക്ഷം, എന്തൊരു ഭീകരമായ നമ്പറാണെന്ന് ഓർത്തോണം. അപ്പൊ എല്ലാ മണ്ഡലത്തിലെയും റിസൾട്ട് കോൺഗ്രസിന് അനുകൂലമായിട്ടും ഇന്ത്യ അലയൻസിന് അനുകൂലമാക്കുവാൻ ഇത് സഹായിക്കുന്നു. ഇതാണ് കോൺഗ്രസും ഇന്ത്യ അലയൻസും രാജ്യത്തോട് ചെയ്ത ചതിവ്. ലോകത്ത് ഒരു രാജ്യത്തും ഫോറിനേഴ്സിന് വോട്ടില്ല. എല്ലാ ജനാധിപത്യ രാജ്യങ്ങളും അതാത് രാജ്യത്തിന്റെ സിറ്റിസൺസ് ആണ് വോട്ട് ചെയ്യുന്നത്. ഫോറിൻ സിറ്റിസൺസിന് അവിടെ വോട്ടവകാശം ഇല്ല. പക്ഷേ ഇന്ത്യയിലും ഇല്ല. പക്ഷേ ഇന്ത്യയിൽ രഹസ്യമായിട്ട് ഫോറിനേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ആദ്യം അവർക്ക് പട്ടിണിയാണെന്നും പറഞ്ഞ് റേഷൻ കാർഡ് കൊടുക്കുന്നു, പിന്നെ ഡൊമിസൈൽ ഡോക്യുമെന്റ് കൊടുക്കുന്നു, ആധാർ കൊടുക്കുന്നു, അത് കഴിഞ്ഞ് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റുന്നു, അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, ആദ്യം പിള്ളേരെ 18 വയസ്സാകുമ്പോൾ പിള്ളേരെ വോട്ടേഴ്സ് ലിസ്റ്റ് ചേർക്കുന്നു, പിന്നെ അവരുടെ അപ്പനെ അമ്മയും ചേർക്കുന്നു, പിന്നെ വല്യപ്പനെയും വല്യമ്മയും കൊണ്ടിരുന്നു. അങ്ങനെ പല അടവുകളാണ് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും കാണിച്ചത്. ഇതിനെല്ലാം കൂട്ടുനിന്നത് ഫോറിൻ ജിഹാദികളാണ്. ബംഗ്ലാദേശ് ജിഹാദികളും റോഹിംഗ്യ ജിഹാദികളുമാണ്. കേരളത്തിൽ പോലും ഈ ബംഗാളിൽ 75 ലക്ഷം വോട്ടുണ്ടെങ്കിൽ കേരളത്തിൽ 40 ലക്ഷത്തോളം വിദേശികൾ കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിലുണ്ട്. അതും ഇപ്പൊ നമ്മൾ ഞെട്ടാൻ പോകുന്ന ഇതേ ഈ ഇലക്ഷൻ കമ്മീഷന്റെ പ്രൊസീജിയർ കേരളത്തിൽ ഉണ്ടാകുമ്പോഴാണ് കേരളത്തിലെ ഫോറിനേഴ്സിൽ ആഫ്രിക്കക്കാര്, ശ്രീലങ്കക്കാര്, ഇങ്ങനെയുള്ള പല ആൾക്കാരും കേരളത്തിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഉള്ളത്. ഇപ്പം മാലിദ്വീപുകാര്, ശ്രീലങ്കക്കാർ, ഇങ്ങനെ പലരും ഇവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കാണും. അറബ് നാടുകളിൽ നിന്നുള്ളവർ കാണും. ഇതൊക്കെ വലിയൊരു അട്ടിമറിയാണ് ഈ ഇന്ത്യ അലയൻസും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ചേർന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന് നേരെ നടത്തിയിരിക്കുന്നത്. ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി ഇന്ത്യ അലയൻസ് വിദേശികളുടെ സഹായത്തോടെ, വിദേശികളുടെ വോട്ടോടെ ഇന്ത്യൻ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് ഇലക്ഷൻ കമ്മീഷൻ നേരത്തെ തന്നെ ചെയ്യേണ്ടതായിരുന്നു. 2014 തന്നെ BJP അധികാരത്തിൽ വന്ന ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഇപ്പം കൃത്യമായിട്ട് ഈ ലിസ്റ്റ് എല്ലാം എടുക്കുകയാണ്. വിദേശ രാജ്യത്ത് നിന്ന് ഒളിച്ചു കയറി വന്നവർ, അതായത് 1947 വിഭജനത്തിന് ശേഷം ഒളിച്ചു കയറി വന്നവരെ തീർച്ചയായിട്ടും ലിസ്റ്റിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. എന്ന് മാത്രമല്ല, ഈ ഇപ്പൊ നമ്മുടെ രാജ്യം 2014 വരെ ലോകത്തിലെ ഏറ്റവും ഫ്രാജിൽ 5, ഏറ്റവും തകരാൻ പോകുന്ന 5ാമത്തെ രാജ്യമായിരുന്നു. ഇന്ന് ലോകത്തിലെ സൂപ്പർ പവർ ആണ്. ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ, നമ്മുടെ ഭരണം ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ബംഗ്ലാദേശി ജിഹാദി വോട്ടർമാർ വഴിയുള്ള ആൾക്കാർ പിടിച്ചെടുത്താൽ നമ്മുടെ ഈ ന്യൂക്ലിയർ ആയുധങ്ങളും നമ്മുടെ വിമാനങ്ങളും നമ്മുടെ എല്ലാ സമ്പത്തും എല്ലാം ജിഹാദികളുടെ കയ്യിൽ അകപ്പെടും. ബാബർ ഒരു യുദ്ധം കൊണ്ടാണ് ഇന്ത്യ കീഴടക്കിയതെങ്കിൽ ഈ പപ്പു ഖാനും ബംഗ്ലാദേശി ജിഹാദിയും വോട്ട് കൊണ്ട് നമ്മളെ കീഴടക്കാനുള്ള പരിപാടിയിലാണ് പോകുന്നത്. ഈ സ്നേഹത്തിന്റെ കട എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശികൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, റോഹിംഗ്യകൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, നേപ്പാളികൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്.
അപ്പൊ ഈ നേപ്പാളി കമ്മ്യൂണിസ്റ്റിനോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരായിട്ടുള്ള ബംഗ്ലാദേശികൾക്കോ ഒന്നുമുള്ളതല്ല ഈ രാജ്യം. ഇത് നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ആൾക്കാരാണ് വോട്ട് ചെയ്യേണ്ടത്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്, കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ടത് 1947 ഡിവിഷൻ വെച്ചുള്ള വോട്ടേഴ്സ് ലിസ്റ്റാണ് ഉണ്ടാക്കേണ്ടത്. 1947 ഡിവിഷനിൽ ഇന്ത്യക്ക് വേണ്ടി നിന്നവരാണ് ഇന്ത്യക്ക് വേണ്ടി വോട്ട് ചെയ്യേണ്ടത്. പാകിസ്ഥാന് വേണ്ടി നിന്നവരുടെ വോട്ട് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശിലോട്ടും മാറ്റുക. ഇപ്പൊ ഓൺലൈൻ ആയിട്ടൊക്കെ വോട്ട് ചെയ്യാം, അങ്ങോട്ട് പോകണോ നിർബന്ധമൊന്നുമില്ല, ഇവിടെ തന്നെ ഇരുന്നുകൊണ്ട് അവിടെ വോട്ട് ചെയ്യാം. ഇപ്പൊ ഇലക്ഷൻ കമ്മീഷന് ഈ ഫിൽറ്ററിംഗിന് ശേഷം അടുത്ത ലെവൽ ഫിൽറ്ററിംഗ് നടത്തേണ്ടത് 1947 ഓഗസ്റ്റ് 15 ബെഞ്ച് മാർക്ക് ആക്കിക്കൊണ്ട് അത് നിയമമാക്കിക്കൊണ്ടുള്ള ഒരു വോട്ടേഴ്സ് ലിസ്റ്റാണ് വേണ്ടത്. ഇന്ത്യ ചോദിച്ചവർക്ക് ഇന്ത്യയിൽ വോട്ടവകാശവും, പാകിസ്ഥാൻ ചോദിച്ചവർക്ക് പാകിസ്ഥാനിലോട്ടും ബംഗ്ലാദേശ്, അത് മാത്രമേ ഈ രാജ്യത്തെ രക്ഷിക്കാൻ വഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഈ 75 ലക്ഷം എന്നുള്ളത് അധികം താമസിയാതെ 75 കോടിയാവും. കേരളത്തിലെ 40 ലക്ഷം എന്നുള്ളത് കേരളത്തിന്റെ ജനസംഖ്യക്ക് മോളിൽ പോകും. അപ്പൊ ഭരണം മൊത്തം കയ്യിൽ നിന്ന് പോകും. അപ്പൊ അങ്ങനെ ഒരു വലിയ അപകടമുണ്ട്. അപ്പൊ ഇലക്ഷൻ കമ്മീഷനെ അഭിനന്ദിക്കുന്നു, സുപ്രീം കോടതിയെ അഭിനന്ദിക്കുന്നു, കേന്ദ്ര ഗവൺമെന്റിനെ അഭിനന്ദിക്കുന്നു. ഒരു ഈ കോൺഗ്രസ് ഫ്രീ ഇന്ത്യ എന്ന് പറയുന്ന പോലെ ഒരു ജിഹാദി ഫ്രീ വോട്ടർ പട്ടികയാണ് ഇന്ത്യക്ക് ആവശ്യം. എങ്കിലേ ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും റോഹിംഗ്യകളുടെയും ജിഹാദികളുടെയും മുഗളന്റെയും ഉസ്ബെക്കിസ്ഥാന്റെയും ഒക്കെ താല്പര്യങ്ങളായിരിക്കും സംരക്ഷിക്കപ്പെടുക. നമ്മുടെ രാജ്യം വീണ്ടും അടിമത്തത്തിലേക്ക് പോകും, രാജ്യത്തിന്റെ സോവറിനിറ്റി നഷ്ടപ്പെടും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് അക്കാര്യത്തിൽ നടപടി എടുക്കട്ടെ. ഏക്കാലും സത്യങ്ങൾ പുറത്തു വന്നതിൽ സന്തോഷം. അത് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ എത്രയും പെട്ടെന്ന് കേരളത്തിലും നടപ്പിലാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ കേരളത്തിലും ഐസിസ് ആസാദ് കേരളം, കേരൾ മാങ്കെ ആസാദി മുദ്രാവാക്യമൊക്കെ പൊങ്ങാൻ തുടങ്ങും വീണ്ടും. 2015 പൊങ്ങിയതാണ്, അത് വീണ്ടും പൊങ്ങാൻ തുടങ്ങും. ഇപ്പൊ ഈ ആസാദിയൊക്കെ വിളിച്ചതിന്റെ കള്ളത്തരങ്ങളാണ് ഇപ്പൊ പുറത്തോട്ട് വരുന്നത്. ഈ ആസാദി വിളിച്ചത് എങ്ങനെയാണ്? പുറത്തുനിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന്, പുറത്തുനിന്ന് ജിഹാദികളെ കൊണ്ടുവന്ന് ഇവിടെ പൊറിപ്പിച്ച് നമ്മൾ കണ്ടതാണ്. ഈ കോവിഡിന്റെ സമയത്ത് കേരള ഗവൺമെന്റ് കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങൾ. ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും വന്ന റോഹിംഗ്യകൾക്കും എല്ലാം റേഷൻ കാർഡ് കൊടുത്ത് അവരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറ്റി അവരെ കൊണ്ട് 2021 വോട്ട് ചെയ്യിപ്പിച്ച്, ഇതെല്ലാം കേരളത്തിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇതിനെതിരെ ഒരു നടപടി ഇലക്ഷൻ കമ്മീഷൻ എടുക്കട്ടെ, അതിനെ പിന്തുണയ്ക്കുന്നു. എന്തായാലും സാറ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു സംഖ്യയാണ് പുറത്തു വന്നത്. ബീഹാറിൽ നിന്നും ഏകദേശം 75 ലക്ഷത്തോളം പേരെ അനധികൃതമായി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ തിരുകി കയറ്റി എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് രാജ്യത്തിന് തന്നെ. കാരണം തെരഞ്ഞെടുപ്പ് സമയത്ത് സാറി പറഞ്ഞതുപോലെ കേരളത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഈ രീതിയിൽ ബംഗ്ലാദേശികൾക്കും അങ്ങനെ വന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ വന്നത് അന്യരാജ്യക്കാരായിരുന്നു. അവരെ പോലും സർക്കാർ വേണ്ട രീതിയിലൊക്കെ പരിഗണിച്ച് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നു. റേഷൻ നൽകുന്നു എന്നുള്ളത് പോട്ടെ, വോട്ട് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കുന്നു എന്നുള്ളതായിരുന്നു. ഇത്തരം വിരോധാഭാസങ്ങൾക്കൊക്കെ തടയിടാം എന്നാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത്, അതായത് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എന്തിനാണ് തിടുക്കപ്പെട്ട ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്ന് കൂടി ചോദിച്ചിരുന്നു. പക്ഷേ അത്തരം തിടുക്കപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു നീക്കത്തിലേക്ക് കടന്നത് കൊണ്ട് കൂടിയാണ് ഈ 75 ലക്ഷം എന്ന് വരുന്ന ഒരു കണക്ക് തന്നെ പുറത്തുവിടാൻ സാധിച്ചത്. എന്തായാലും മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇതുപോലെ ബീഹാറിൽ നടന്നതുപോലെ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപ്പിലാക്കുന്നത് പോലെയുള്ള വോട്ടർ ലിസ്റ്റുകൾ പുനഃപരിശോധിക്കുക എന്ന പ്രക്രിയ നടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരൊക്കെ അല്ലെങ്കിൽ ആരെയൊക്കെ തിരികെ കയറ്റിയിട്ടുണ്ട്, എത്ര പേരുണ്ട്, കേരളത്തിൽ അടക്കം അനധികൃതരായി വോട്ട് ചെയ്യുന്ന എത്ര പേരുണ്ട് എന്നറിയാൻ സാധിക്കും. പക്ഷെ ആധാർ കാർഡ് തിരിച്ചറിയൽ രേഖയായി നൽകാം എന്ന് പറയുന്നിടത്താണ് 10-12 വർഷം നമ്മുടെ രാജ്യത്ത് താമസിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നൊരു വസ്തുത കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ആധാർ ലഭിക്കുന്നുണ്ടോ? കേരളത്തിൽ ഉൾപ്പെടെ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി ആധാർ നൽകുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വലിയ പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടോ, അതൊരു തിരിച്ചറിയൽ രേഖയായി തിരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കാം എന്നതിലെ അപകടവും ഒക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു സ്റ്റാൻലി സർ.